ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പ്രൊജക്ടർ സീരീസ് തുടരുവാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയൊരു പ്രൊജക്ടർ കൂടെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊജക്ടർ കാണിച്ചു തന്നു നിങ്ങളെ. അതുപോലെ തന്നെയുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ വാൻപോ മിനി പ്രോയാണ്. ഇതിൽ മിനി എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ രണ്ട് വേരിയൻ്റ് ഉണ്ട്. വാൻപോയുടെ മിനി പ്രോയും ഉണ്ട്, മിനിയും ഉണ്ട്. മിനി പ്രോയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനി പ്രോയ്ക്ക് നമുക്ക് ആൻഡ്രോയിഡ് OS ഉണ്ട്. ആൻഡ്രോയിഡ് 9 ആണ് ഇതിനുള്ളത്. അതുപോലെ മിനിക്ക് നമുക്ക് OS ഇല്ലാത്ത ടൈപ്പാണത്. അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇത് പ്രൊജക്ടർ സീരീസ് ഇറക്കുന്നവർക്ക്, അത് സെർച്ച് ചെയ്യുന്നവർക്ക് അത്യാവശ്യം പരിചിതമായ ബ്രാൻഡാണ്. കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. വാൻപോ എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ചൈനയാണ്, എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊജക്ടർ സീരീസ് ഇവരുടെ പക്കലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ അൺബോക്സ് ചെയ്ത് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറയും. അതുപോലെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കാണിക്കും. ഇതിൻ്റെ നോക്കിയിട്ടുള്ള അഭിപ്രായം കംപ്ലീറ്റ് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ബോക്സിലുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ച് പറയാം. ആദ്യം തന്നെ പറയാനുള്ള 720p ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. 720p പ്രൊജക്ടറാണ് ഇതുള്ളത്. അതുപോലെ സ്മോൾ സൈസാണ്, അത് നമുക്ക് എടുത്തു കഴിയുമ്പോൾ കാണാൻ പറ്റും, സ്മോളാണ്. അതുപോലെ ഫുൾ ഗ്ലാസ് ലെൻസ്, ഗ്ലാസിൻ്റെ ലെൻസാണ് ഇതിന് വരുന്നത്. പക്ക ഗ്ലാസിൻ്റെ ലെൻസാണ് വരുന്നത്. ഫുൾ ഗ്ലാസ് ലെൻസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് കാവിറ്റി, ലോ നോയ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ബോക്സിലുള്ള അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കാവിറ്റി എന്നുള്ള കേസ് മ്യൂസിക് അതാണ്. അതായത് ഇതിൽ സ്പീക്കറുണ്ട്, അത്യാവശ്യം കൊള്ളാവുന്ന സ്പീക്കറാണ് ഇതിനുള്ളത്. അതുപോലെ ലോ നോയ്സ്, അതായത് ഈ പ്രൊജക്ടർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫാനിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. ഇത് വളരെ അത്യാവശ്യം സൈലൻ്റ് ആണ്. അതിൻ്റെ ഒരു സൗണ്ടൊന്നും നമ്മളെ അധികം അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളിത് തുറക്കാൻ പോവുകയാണ്. വേറെ ലാഗൊന്നുമില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. വാറണ്ടി കാർഡുണ്ട്. വാറണ്ടി കാർഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 1 ഇയർ വാറണ്ടി ഉണ്ട്. അതായത് യൂഷ്വലി ഉള്ള പോലെ. അത് കൂടാതെ നമുക്ക് 1 ഇയർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ 2 ഇയർ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഗൈഡും കാര്യങ്ങളും, യൂസർ മാനുവലും, അതിലെല്ലാം A to Z കാര്യങ്ങൾ അതിലുണ്ടാവും കേട്ടോ. എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് അഡാപ്റ്റർ. അപ്പോൾ അഡാപ്റ്റർ ഉണ്ട്. സംഭവം AC-യിൽ ഓൺലൈൻ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ബാറ്ററി കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. നമുക്ക് AC-യിൽ കുത്തി വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് പറയുന്ന ഒരു 15 വോൾട്ട് DC ആണ്. 15 വോൾട്ട് DC 2.4 ആംപിയർ ആണ്. അതുപോലെ റിമോട്ട്, ഒരു സിമ്പിൾ റിമോട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഉള്ളത് നമ്മുടെ പ്രൊജക്ടറാണ്. ഇതാണ് ഐറ്റം. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള ഐറ്റമാണ് ഇതിൽ. അപ്പോൾ വാറണ്ടിയുടെ കേസ് ഞാൻ പറഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കമ്പനി നമുക്ക് തരുന്ന വാറണ്ടി കാർഡ്. ഇതിൻ്റെ പുറത്ത് 1 ഇയർ വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ കാർഡ് കൊടുത്തിരുന്നുണ്ട്. ഇങ്ങനെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാർഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു QR കോഡ് കണ്ടല്ലോ. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് 1 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2 വർഷം വാറണ്ടി ആക്കി മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി ഇതിനുണ്ട്. അപ്പം റിമോട്ട് നമുക്കൊന്ന് ഊരിയെടുത്ത് നോക്കാം. ആ റിമോട്ട് നല്ല സ്റ്റൈലിഷ് റിമോട്ടാവട്ടെ, ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ ബാറ്ററി ഇല്ലായിരുന്നു. ബാറ്ററി നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ബാറ്ററി സെറ്റ് കിട്ടില്ല. ഇതിൽ ബാറ്ററി, ചെറിയ ബാറ്ററി നമ്മൾ വാങ്ങിച്ചിട്ടാൽ മതിയാവും. ട്രിപ്പിളയുടെ ബാറ്ററിയാണ് വരുന്നത്. 2 ബാറ്ററി വേണ്ടി വരും. ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. നല്ല നൈസ് റിമോട്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മെയ്ഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഒന്ന് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. അതുപോലെ പ്ലാസ്റ്റിക് ബോഡിയാണ്. ലെൻസ് ഗ്ലാസ് ആണ്. അത് നമ്മൾ പറഞ്ഞാണ് ലെൻസ് ഗ്ലാസ് ആണെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. നമ്മൾ വെക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക്കുകളും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആരും തന്നെ പറയാനായിട്ടുള്ള മാനുവൽ ഫോക്കസ് ആണ്. ഇതിൽ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ടാണ്, അത് കാണിച്ചു തരാം. നമുക്ക് അതിൽ പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ആക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ. പിന്നെ ആ സ്ക്രീനിൻ്റെ ഒരു സെറ്റിങ്സ്, സ്ക്രീൻ കറക്ഷൻ ചെയ്യാൻ, എങ്ങോട്ടെങ്കിലും ചേരുവ വളവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമോട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ പറയാനായിട്ടുള്ളത് 720p സപ്പോർട്ടാണ് ഉള്ളത്. പക്ഷെ നമുക്ക് 1080p വരെയുള്ള വീഡിയോസ് നമുക്കിതിൽ പ്ലേ ആക്കാം. അങ്ങനെ ഒരു സപ്പോർട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കേസ്, ഇത് ആൻസി ലൂമിൻസ് ആണ് ഇതിന് പറയുന്നത്. ആൻസി ലൂമിൻസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണത്. മുമ്പ് നമ്മൾ കാണിച്ചിട്ട് ആൻസി ലൂമിൻസ് ഒന്നും ഇല്ലായിരുന്നു. ആൻസി ലൂമിൻസ് 250 ആണ്, 250 ആൻസി ലൂമിൻസ് ഇതിനുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ പറയാൻ ഇതിൻ്റെ ഫിക്സിങ്ങിൻ്റെ കാര്യമാണ്. ഇത് നമുക്ക് 3 മെത്തേഡിൽ നമുക്കിത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഒന്ന് ട്രൈപോഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അതുപോലെ സീലിങ്ങിൽ മൗണ്ട് ചെയ്യാം.
സീലിങ്ങിൽ മൗണ്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടേബിളിൽ വെച്ചിട്ടാണെങ്കിലും വർക്ക് ചെയ്യിക്കാം. 3 രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറയാനായിട്ടുള്ളത് ആൻഡ്രോയിഡ് 9 OS ആണ് ഇതിനുള്ളത്. അത് ആൻഡ്രോയിഡ് 9 OS ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്ട്രീം ചെയ്യാനുള്ള നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇതിനകത്ത് സ്ട്രീം പരിപാടികളെല്ലാം നടക്കും. അതുപോലെ യൂട്യൂബ് പോലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. ആൻഡ്രോയിഡ് ആണെന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ, കൂടുതൽ പറയേണ്ട കാര്യം. ആൻഡ്രോയിഡ് OSന്റെ കാര്യം പറയുമ്പോൾ ഒന്ന് എടുത്തു പറയാനുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ 1 GB റാമാണ് ഇന്ന് പറയുന്നത്. 1 GB റാം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് പറയാനുള്ള കേസ് വെച്ചാൽ ഒരുപാട് ആപ്സ് ഒന്നും നിങ്ങൾ ഇതിനകത്ത് കയറ്റിയിടല്ലേ. നമുക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അത്യാവശ്യമുള്ള MX പ്ലെയർ പോലുള്ള കാര്യങ്ങളൊക്കെ മതിയാകും. ബാക്കി സ്ട്രീമിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ആപ്പുകളും ഇതിൽ തന്നെ ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് പോലുള്ള എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് വേറെ കയറ്റേണ്ട ആവശ്യമില്ല. പിന്നെ 8 GB സ്റ്റോറേജ്, ഇത്രയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് നമുക്ക് USB കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ 3.5mm ജാക്ക്, ഹെഡ്സെറ്റ് പോലുള്ള ഹെഡ്ഫോൺ പോലുള്ള കണക്ട് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. അതുപോലെ HDMI ഒരു പോർട്ടുണ്ട്. അതുപോലെ നമ്മുടെ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. പിന്നെ പവർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു AV പോർട്ട് കൂടെ കാണിച്ചിട്ടുണ്ട്, AV എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് എൻ്റെ ഓഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ സ്പീക്കറിൻ്റെ കേസ് ഒന്ന് ഡീറ്റെയിൽ പറയുകയാണ്. 3 വാട്ടിൻ്റെ ഒരു സ്പീക്കറാണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും ഇതിനുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ ഇതിൻ്റെ വൈഫൈയുടെ കാര്യം ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 2.4 GHz ആണ് വൈഫൈ വരുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് 5.1 എനേബിൾ ആയിട്ടുള്ളത്. പിന്നെ വയർലെസ് സ്ക്രീൻ മിററിങ്, അതായത് നമ്മുടെ കാസ്റ്റിംഗ് ഫോണിൽ നിന്നൊക്കെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നല്ലൊരു ക്വാളിറ്റിയാണ്. പറയാനുള്ള സ്ക്രീൻ സൈസ് ആണ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അത് 100 ഇഞ്ച് വരെ നമുക്ക് സ്ക്രീൻ സൈസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ലൂമിൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ 250 ആൻസി ലൂമിൻസ് ആണ് ഇതിൻ്റെ കേസ് പറഞ്ഞത്. നിങ്ങൾ ഈ പ്രൊജക്ടർ ചൂസ് ചെയ്യുന്നവർക്ക് ഈ ലൂമിൻസ് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആൻസി ലൂമിൻസ് ഇത് ഈ ആൻസി ലൂമിൻസ് ആണ് ഏറ്റവും പവർ കൂടിയ സംഭവം. അതായത് നമ്മൾ ആൻസി ലൂമിൻസ് എത്ര കൂടുതലുള്ള പ്രൊജക്ടർ നിങ്ങൾ വാങ്ങുന്നു അത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഡേലൈറ്റ് പോലും കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുന്നത് ഈ ആൻസി ലൂമിൻസ് കൂടുതലുള്ള പ്രൊജക്ടറുകൾക്കാണ്. അപ്പോൾ ലൂമിൻസിനെക്കാട്ടും കൂടിയ ഒരു ബ്രൈറ്റ് ആണ് ആൻസി ലൂമിൻസ്. ഇതിന് ആൻസി ലൂമിൻസ് ആണുള്ളത്. 250 ആണ് ഇതിൻ്റെ ആൻസി ലൂമിൻസ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അത്യാവശ്യമായിട്ട് കാണിച്ചു തരാനുള്ളത് ഇതുകൊണ്ട് ഇവിടെ ഒരു ലിവർ നിങ്ങൾ കാണാം. ഈ ലിവർ നമുക്ക് ഇങ്ങനെ ഇപ്പുറത്തേക്ക് ആക്കാവുന്നതാണ്. ലിവർ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ലെൻസ് കണ്ടോ, മുന്നോട്ടും പുറകോട്ടും സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഫോക്കസാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് സ്ക്രീൻ ചെയ്യിച്ച് കഴിയുമ്പോൾ ഫോക്കസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫോക്കസ് ആക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഫോൺ കണക്ട് ചെയ്യണം. അതായത് DC ഇൻ എന്നുള്ള പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. DC ഇൻ പോർട്ടിൽ വേണം നമ്മുടെ അഡാപ്റ്ററിൻ്റെ പിന്ന് കൊണ്ട് പ്ലഗ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അഡാപ്റ്റർ നേരെ കണക്ട് ചെയ്താൽ മതിയാവും. കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓണാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. പവർ ബട്ടൻ്റെ അടുത്തായിട്ട് തന്നെ ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ റിമോട്ടിലുള്ള കേസുകൾ ഞാൻ ഓടിച്ച് പറഞ്ഞേക്കാം. എല്ലാം ഐക്കണാണ് കേട്ടോ. ഒന്നും എഴുതി വയ്ക്കുന്ന പരിപാടി ഇപ്പോൾ ഇനിയില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇതറിയാമല്ലോ, പവർ ബട്ടണാണ്. അതുപോലെ രണ്ടാമത് വരുന്നത് സോഴ്സാണ്. സോഴ്സും അതിൻ്റെ കൂടെ ഒരു മൗസിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. മൗസ് പോയിൻ്റർ വരത്താനും സോഴ്സ് കണക്ട് ചെയ്യുന്നതിലേക്ക് ആക്കാനും മൗസ് പോയിൻ്റർ വരത്താനും അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് മൾട്ടി ഫംഗ്ഷൻ കീ ആണ്. ഓപ്ഷൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മളത് ഈ 3 വര കാണുന്നുണ്ടല്ലോ, ഈ ബട്ടൺ പ്രസ് ചെയ്താൽ വരും. പിന്നെ ഇവിടെ ഇത് നാവിഗേഷൻ കീ ആണ്. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ഡൗൺ, ഓക്കെ, ഇതെല്ലാം ഇതിലുണ്ട്. ഇതിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് കാണുന്നതിന് അറിയാനായിട്ട് പറ്റും. പിന്നെ താഴേക്ക് വരുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടുപാറിയിടാണ്ട. ഇത് മുകളിലുള്ളത് നെക്സ്റ്റും അടിയിലുള്ളത് പ്രീവിയസും, മുമ്പോട്ട് പോകാനും പുറകോട്ട് പോകാനും, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു റിട്ടേൺ ആരോ മാർക്ക് കാണിക്കേണ്ടത്, അത് സോഴ്സ് റിട്ടേൺ ആണ്, തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അടിയിൽ ഹോമിൻ്റെ ഓപ്ഷനുണ്ട്. ഹോം പ്രസ് ചെയ്ത ഹോമിലേക്ക് ആൻഡ്രോയിഡ് ഹോം. പിന്നെ റൈറ്റിലുള്ളത് അറിയാമല്ലോ, അത് വോളിയം പ്ലസ് ആൻഡ് മൈനസ് ആണ്. ഇത്രയേ ഉള്ളൂ റിമോട്ടിലുള്ളത്. സിമ്പിളാണ്. നമ്മളിങ്ങനെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ തെളിയുന്ന കാണാൻ പറ്റും. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പ്രൊജക്ടറിൻ്റെ അടിവശത്തുള്ളത് നിങ്ങൾ കാണേണ്ട കേസ് ഇതാണ്. മറ്റൊരു ത്രെഡ് നിങ്ങൾക്ക് കാണാമല്ലോ. ആ ത്രെഡ് നമുക്ക് ട്രൈപോഡിലൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അടിവശത്ത് കാണാനായിട്ടുള്ളത് നിങ്ങൾക്ക് ആ ബുഷ് കാണാൻ പറ്റും. 4 സൈഡിലും ഓരോ റബ്ബർ ബുഷ് അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രൊട്ടക്ഷനാണ്. അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള കേസ് നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കേസാണ്. നമ്മൾ കവർ ഇട്ട് കണ്ടവാനം മൂടരുത്. ഇതിൻ്റെ ആ ഒരു എയർ ഹോളിൽ കൂടെ അതിൻ്റെ ആ ഒരു ഹീറ്റൊക്കെ പുറത്തേക്ക് അബ്സർവ് ചെയ്ത് പോകണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങൾ ഒക്കെ വരുന്നത്. പിന്നെ യൂഷ്വലി ശ്രദ്ധിക്കാനുള്ള കേസുകൾ പൊടി, ഈർപ്പം, അങ്ങനെയുള്ളതെല്ലാം ശ്രദ്ധിക്കണം. ഈ ഒരു പ്രൊജക്ടർ കയറിയാൽ നമുക്ക് അതൊക്കെയുള്ളൂ മാർഗം. അപ്പം നമ്മൾ സ്ക്രീൻ ചെയ്യിക്കാണ്ട് പോകണം. നമ്മളിപ്പോൾ ഡേ ലൈറ്റിലാണ് ചെയ്യുന്നത്, അതുപോലെ ഭിത്തിയിൽ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പവർ ഓണാക്കാം. പവർ ഓണാക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ടുള്ളത് നമ്മൾ എങ്ങോട്ടാണോ സ്ക്രീൻ ചെയ്യുന്നത് അങ്ങോട്ട് പിടിച്ച് വേണം നമ്മൾ ഈ റിമോട്ട് പ്രസ് ചെയ്യാനായിട്ട്.
അങ്ങനെയാണ് അതിൻ്റെ ഒരു സിഗ്നൽ പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വാൻബോ എന്നുള്ള ആ ഒരു ലോഗോ വന്നു കഴിഞ്ഞു. ഫോക്കസ് ആയിട്ടില്ല, അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോക്കസ് ആയി വരുന്നു, അപ്പോൾ ഫോക്കസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ആൻസി ലൂമിൻസ് ചൂസ് ചെയ്യണം എന്നുള്ള കേസാണ് ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ആൻസി ലൂമിൻസ് കൂടുതലുള്ള അനുസരിച്ച് ഡേ ലൈറ്റിൽ പോലും നമുക്ക് പ്രൊജക്ഷൻ അത്യാവശ്യം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്യിക്കുകയാണ് പ്രൊജക്ടർ. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ആൻഡ്രോയിഡ് ടി വി കാണുന്ന സെയിം സംഭവം തന്നെയാണ്, അതായത് മെനു തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെയാണ്, ആൻഡ്രോയിഡ് ടി വി പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ പോലെ തന്നെയാണ്. എന്നാലും നമ്മുടെ ഈ പ്രൊജക്ടറിന് വരുന്ന സ്പെഷ്യൽ അഡ്ജസ്റ്റ് നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ സെറ്റിങ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ. സെറ്റിങ്സിൽ പ്രൊജക്ഷൻ എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ഈ മെനു എടുത്ത് പോകുന്ന. അപ്പോൾ പ്രൊജക്ഷൻ എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഈ സ്ക്രീന് അതിൻ്റെ സൈഡിലോട്ടൊക്കെ വലിഞ്ഞോ ഒക്കെ മറിഞ്ഞോ ഒക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇച്ചിരി പൊളഞ്ഞോ ഒക്കെ ഇരിക്കുകയാണ്, ഒരു പൊസിഷനിങ് കറക്റ്റ് ആകാതെ കറക്റ്റ് സ്ക്വയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാം. അത് കണ്ട സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന കണ്ടില്ലേ, എക്സ് ആൻഡ് വൈ എന്നാണ് ഇതിൻ്റെ ആ ഒരു പ്രൊജക്ടറിൻ്റെ ആ ഒരു സ്ക്രീൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓരോ സൈഡ് ഇങ്ങനെ പുറകോട്ട് വലിയുകയും സൈഡിലേക്കൊക്കെ ചെരിയുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഈക്വലായിട്ട് നമ്മളിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. അപ്പോൾ പ്രൊജക്ടറിന് സ്പെഷ്യലായിട്ട് വരുന്നത് ഈ ഒരു അഡ്ജസ്റ്റേ ഉള്ളൂ. അപ്പോൾ വാങ്ങുന്നവർക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു കേസ് ഇതേ വരുന്നുള്ളൂ. എന്തെങ്കിലും ഡീഫോൾട്ടായി കിടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് റിമോട്ടിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതാണ് പ്രൊജക്ടറിന് വരുന്ന ഒരു സ്പെഷ്യൽ ഒരു അഡ്ജസ്റ്റ് ഒരു സെറ്റിങ്സ് വരുന്നത്. അപ്പം നമ്മൾ സ്ട്രീം ചെയ്ത് നോക്കുകയാണ്, ഒരു മൂവി ഇട്ട് നോക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. നമ്മൾ ഡേയിലേക്കാട്ടും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നൈറ്റിൽ തന്നെയാണ്. അതായത് ഇരുട്ട് നല്ലപോലെ ഉള്ളപ്പോഴാണ്. അതിപ്പോൾ ഏത് പ്രൊജക്ടറാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പം നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടും. നമ്മൾ ആ പൈസ കൊടുക്കുന്ന വർത്തിനുള്ള ഉണ്ട് കേട്ടോ ഈ പ്രൊജക്ടർ. അത്രയും ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമുക്കൊരു മൂവി എക്സ്പീരിയൻസ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പകലും നിങ്ങളെ സ്ട്രീം ചെയ്ത് കാണിച്ചു, രാത്രിയും നമ്മൾ സ്ക്രീൻ ചെയ്ത് കാണിച്ചു, രണ്ടും കാണിച്ചു. രണ്ടിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിന് നല്ല ലാഭമാണിത്. അതായത് ആൻസി ലൂമിൻസ് ഉള്ള പ്രൊജക്ടറിന് പൊതുവെ വില കൂടുതലാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്ന 10,000 അടുത്താണെങ്കിൽ നമുക്കൊരു 7,000 ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. ആ ഒരു ക്യാഷിന് ആൻസി ലൂമിൻസ് ഉള്ള പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ്. അപ്പോൾ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രൊജക്ടർ, ആൻസി ലൂമിൻസ് ഉള്ള ഒരു പ്രൊജക്ടർ വാങ്ങുന്ന പറഞ്ഞത് നല്ലൊരു ഓപ്ഷനാണ്. ഈ സ്ക്രീനിൻ്റെ കേസും അതുപോലെ സൗണ്ടിന് നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, റൂമിലൊക്കെ കേൾക്കാൻ പാകത്തിനുള്ള അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. നമ്മൾ വോളിയം വെച്ച് നമ്മൾ ഫുൾ വോളിയം വെച്ചിട്ടേ ഇല്ല, പകുതി വോളിയം വെച്ചാൽ തന്നെ നല്ല വോളിയായിരുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പെർഫോം ചെയ്യുന്നൊരു പ്രൊജക്ടറാണിത്. പിന്നെ പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ലാമ്പിൻ്റെ ലൈഫ് 50,000 അവറാണ് പറയുന്നത്. അത്രയും മണിക്കൂറുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കരുത്. അപ്പോൾ എല്ലാ വീഡിയോയുടെയും പോലെ തന്നെ ഇതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഉണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആമസോണിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു കൂപ്പണുണ്ട്, എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂപ്പൺ, 3,000 രൂപ വരെ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൂപ്പണുണ്ട്. അപ്പോൾ നിങ്ങൾ സഡനായിട്ട് കയറി അത് ചെക്ക് ചെയ്ത് വാങ്ങിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഓഫറോടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടും. അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ പ്രൊജക്ടറാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ചെയ്ത പ്രൊജക്ടർ നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു സാധനമല്ല, അത് സ്വല്പം വിദേശിയായിരുന്നു. അപ്പോൾ രണ്ടാമത് പ്രൊജക്ടർ ചെയ്തു, അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതായിരുന്നു. മൂന്നാമത് അതിലും അത്യാവശ്യം കൊള്ളാവുന്നൊരു പ്രൊജക്ടർ നമുക്ക് കിട്ടി. പ്രൊജക്ടർ സീരീസ് നമ്മൾ തുടരുവാണ്. ഇനിയും നമ്മൾ കുറച്ച് പ്രൊജക്റ്റുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത പുത്തനൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.